ലോകം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നടന്നെടുക്കുകയാണോ? ഇസ്രായേൽ ഹമാസ് സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സംഘർഷത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കാളികളാകുന്നു. ഗസയ്ക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് മറുപടിയായാണ് ഹൂതികളും ഹിസ്ബുല്ലയും ഇസ്രായേലിന് മേൽ ആക്രമണം അഴിച്ചുവിട്ടത്. പിന്നാലെ ഈ സായുധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇറാനും നേരിട്ട് ഇസ്രായേലുമായി ഏറ്റുമുട്ടി. ഇസ്രായേൽ തിരിച്ചും ആക്രമിച്ചു. ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാഖും ആക്രമണം നടത്തിയിരിക്കുന്നു. ഇസ്രായേലിന് നേരെയല്ല, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയെ ലക്ഷ്യമിട്ടാണ് ഇറാഖിൻ്റെ ആക്രമണം. വടക്കു കിഴക്കൻ സിറിയയിലെ US സൈനിക താവളത്തിന് നേരെയാണ് ഇറാഖ് മിസൈൽ ആക്രമണം നടത്തിയത്. സൈനിക താവളത്തിന് നേരെ ഇറാഖ് നഗരമായ സുമ്മറിൽ നിന്നാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി US സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം. US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇറാഖ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US സൈന്യത്തെ പിൻവലിക്കാനുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. തുടർന്ന് US സേനയ്ക്കെതിരെ ആക്രമണം പുനരാരംഭിക്കാൻ സായുധ ഗ്രൂപ്പുകൾ തീരുമാനിച്ചതായി ഇറാഖിലെ ഖതൈബ് ഹിസ്ബുല്ല അറിയിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരി ആദ്യത്തോടെ USനെതിരായ ആക്രമണം ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ വീണ്ടും ഈ സായുധ ഗ്രൂപ്പുകൾ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇത് തുടക്കം മാത്രമാണെന്നാണ് സായുധ ഗ്രൂപ്പുകൾ പറയുന്നത്. അതിനിടെ ഇറാഖിലെ സുമാർ നഗരത്തിൽ റോക്കറ്റ് ലോഞ്ചറുമായി നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്ക് സ്ഫോടനത്തിൽ തകർന്നു. സ്ഫോടനം നടന്ന സമയത്ത് ആകാശത്ത് യുദ്ധവിമാനങ്ങൾ കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. US പ്രത്യാക്രമണം നടത്തിയതാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അന്വേഷണം നടത്താതെ ആക്രമണം US നടത്തിയതാണോ എന്ന് സ്ഥിരീകരിക്കാനാവില്ലെന്ന് ഇറാഖ് വ്യക്തമാക്കി. സ്ഥലത്ത് ഇറാഖ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ട്രക്ക് പിടിച്ചെടുത്തിരുന്നു. ഇത് വ്യോമാക്രമണത്തിലാണ് തകർന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ഇറാഖിലെ ഒരു സൈനിക താവളത്തിൽ വലിയ സ്ഫോടനം നടന്നിരുന്നു. അതിലൊരു ഇറാഖി സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്.